ആലപ്പുഴ എടത്വ കോഴിമുക്ക് സർക്കാർ LP സ്കൂളിൽ പ്രവേശനോത്സവം മുടങ്ങി. കെട്ടിടത്തിന് ഫിറ്റ്നസ് കിട്ടാത്തതിനെ തുടർന്നാണ് പ്രവേശനോത്സവം മുടങ്ങിയത്. മലപ്പുറം തിരൂരങ്ങാടി കാളന്തുരുത്തി ബദൽ വിദ്യാലയത്തിൽ അധ്യാപകർ എത്താൻ വൈകിയതോടെ പ്രവേശനോത്സവം അലങ്കോലപ്പെട്ടു. കുട്ടികളില്ലാത്തതിനെ തുടർന്ന് കണ്ണൂർ മാമ്പ സർക്കാർ എയ്ഡഡ് സ്കൂൾ അടച്ചുപൂട്ടാൻ ഒരുങ്ങുകയുമാണ്. എടത്വ കോഴിമുക്ക് LP സ്കൂളിലെ പഴയ കെട്ടിടത്തിന്റെ ബലക്ഷയത്തെ തുടർന്ന് കഴിഞ്ഞ വർഷമാണ് സ്കൂളിന്റെ ഫിറ്റ്നസ് നഷ്ടമായത്. ഒരു വർഷം പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണി നടത്തി പഞ്ചായത്ത് ഫിറ്റ്നസ് നൽകിയില്ല. 1 മുതൽ 4 വരെ ക്ലാസുകളിലെ കുട്ടികളെ പുതിയ കെട്ടിടത്തിലെ 2 മുറികളിലിരുത്തി പഠിപ്പിക്കേണ്ട ഗതികേടിലാണ് നിലവിൽ അധ്യാപകർ. ഇതോടെയായിരുന്നു രക്ഷിതാക്കളുടെ പ്രതിഷേധം. ഒരു വർഷം മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പാലിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇന്ന് എന്റെ കൊച്ചു 1ാം ക്ലാസ് ചേർന്ന കുഞ്ഞ ആ കുഞ്ഞിനെ കൂടെ ഞാൻ ഏത് റൂമിലിടക്കാൻ പറഞ്ഞു. ഞാൻ സമരം നടത്തുന്നില്ല. ഏത് റൂമിലാണ് എന്റെ കുഞ്ഞിനെ പഠിക്കാൻ പറഞ്ഞു. തുടർന്ന് പ്രവേശനോത്സവവും ക്ലാസുകളും വേണ്ടെന്ന് വെച്ചു. പ്രശ്നത്തിൽ ഇടപെടാമെന്ന് കുട്ടനാട് MLA റജി ചെറിയാൻ. ഈ ബിൽഡിംഗ് ഞാൻ കയറി കണ്ടു. ഇതിനകത്തിൽ നമുക്കൊരു കാര്യം ഇവിടെ ക്ലാസ് നടത്തുവാൻ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. AE വിളിക്കുന്നു, AE വിളിച്ചിട്ട് ഇതിന് പ്രോപ്പർ ഇൻസ്പെക്ഷൻ നടത്തുന്നു. ഞാനും കാണും കൂടെ നടത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് പ്രവേശനോത്സവം നടത്താനുള്ള കാര്യങ്ങളിലോട്ട് പോകും. ജൂൺ 6 മുമ്പ് ഫിറ്റ്നസ് പുതുക്കി നൽകിയില്ലെങ്കിൽ അധ്യാപകരുടെ ജോലിയും ശമ്പളവും പ്രതിസന്ധിയിലാകും. മലപ്പുറം തിരൂരങ്ങാടി കോളന്തുരുത്തി ബദൽ വിദ്യാലയത്തിൽ അധ്യാപകർ എത്താൻ വൈകിയതോടെ പ്രവേശനോത്സവം അലങ്കോലപ്പെട്ടു. ഏറെ നേരം കുട്ടികൾ പുറത്തുനിന്ന ശേഷമാണ് അധ്യാപകർ എത്തിയത്. കണ്ണൂർ അഞ്ചരക്കണ്ടി മാമ്പ സർക്കാർ എയ്ഡഡ് LP സ്കൂൾ കുട്ടികൾ ഇല്ലാത്തതിനെ തുടർന്ന് അടച്ചുപൂട്ടാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ വർഷം തന്നെ സ്കൂൾ നടത്തിപ്പിന് താൽപ്പര്യമില്ലെന്ന് കാണിച്ച് മാനേജർ സർക്കാരിന് കത്തു നൽകിയിരുന്നു. ഇതോടെ സ്കൂളിലുണ്ടായിരുന്ന 6 കുട്ടികൾ TC വാങ്ങിപ്പോയി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.